നമസ്കാരം. നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഒരു ഗംഭീര നടനാണെന്ന് പറയാതെ വയ്യ. ഇന്ന് തന്നെ നിയമസഭയിൽ വി.ഡി. സതീശൻ നടത്തിയ പൊറാട്ട് നാടകം കണ്ട് ഒരുപക്ഷെ കേരള ജനത മുഴുവൻ പൊട്ടിച്ചിരിച്ചു കാണും. കഴിഞ്ഞ ദിവസമാണ് നിലമ്പൂർ എം.എൽ.എ. പി.വി. അൻവർ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. എന്താണ് ആരോപണം? കേരളയിൽ അട്ടിമറിക്കാൻ ഈ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശൻ അന്യസംസ്ഥാനത്തെ ഭീമൻ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് 150 കോടി രൂപ കൈപ്പറ്റി എന്ന അതിഗുരുതരമായ ഒരു ആരോപണമാണ് സഭയിൽ ഈ പി.വി. അൻവർ ഉന്നയിച്ചത്. അതിന്റെ ചില തെളിവുകളുണ്ടെന്നും ഒക്കെ അദ്ദേഹം പറയുകയുമുണ്ടായി. പക്ഷേ വി.ഡി. സതീശൻ ഇത് നിഷേധിക്കാനോ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള പ്രസ്താവന നടത്താനോ ഒന്നും തയ്യാറായിട്ടില്ല. എന്തുകൊണ്ട് സതീശൻ അത് അങ്ങനെ നടന്നിട്ടില്ല, പി.വി. അൻവർ പറയുന്നത് കള്ളമാണ് എന്ന് പറയാൻ കൂട്ടാക്കുന്നില്ല എന്ന് ചോദിച്ചാൽ എന്താണെന്ന് ഏറെക്കുറെയൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണും. ഇതിനു മുമ്പും പി.വി. അൻവർ സതീശനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഒരു സംഘി ചാനലിന്റെ ഉടമയുമായി വി.ഡി. സതീശന് ചില ബിസിനസ് ഇടപാടുകളുണ്ടെന്ന് പണ്ട് സതീശനെതിരെ പി.വി. അൻവർ ഒരു ആരോപണം ഉന്നയിച്ചത് ആരും മറന്നു കാണില്ല. അന്ന് ഒരുപാട് വെള്ളം പിടിച്ചതാണ് സതീശൻ അങ്ങനെയാണ്. മറ്റുള്ളവരെ ചൊറിയുന്നത് പോലെ പി.വി. അൻവറിനെ ചൊറിയാൻ പറ്റില്ല. പി.വി. അൻവർ ആർക്കെങ്കിലും എതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പി.വി. അൻവർ ആരോപണം ഉന്നയിക്കാറുള്ളൂ. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഈ പലപ്പോഴും ആരോപണം ഉന്നയിച്ചിട്ട് നിഷേധിച്ചിട്ടുള്ള പല ആളുകളും അത് അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളതുമാണ്. അതുകൊണ്ട് നൈസായിട്ട് പി.വി. അൻവറിനെ ചൊറിയാതെ പി.വി. അൻവർ പറഞ്ഞതൊക്കെ മേടിച്ചു കൂട്ടി പി.വി. അൻവർ പറഞ്ഞതൊക്കെ കേട്ട് അങ്ങ് ഇങ്ങനെ എന്താ പറയാ ഒന്നും അറിയാത്ത രീതിയിൽ ഇരിക്കുകയാണ് വി.ഡി. സതീശൻ. ഇപ്പൊ സഭയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും രീതിയിലുള്ള ചില എന്താ പറയാ വല്ല സംവാദങ്ങൾ നടന്നാൽ പെട്ടുപോകുമെന്ന് ചങ്ങാതിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഇന്ന് സഭയിൽ ചെന്നപ്പോൾ ഒരു അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് കൊടുക്കുകയാണ്. ആരാണ്? മാത്യു കുഴൽനാടൻ അറിയാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കുഴലാകെയാണെങ്കിൽ പെട്ടിരിക്കുകയാണ്. അപ്പൊ കുഴൽ കൊണ്ടേ നോട്ടീസ് കൊടുക്കുന്നു. നോട്ടീസ് കൊടുത്തിരിക്കുന്നത് എന്താണ്? SFIO ഈ പറയുന്ന മാസ് പൊടിയുമായിട്ട് ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങൾ നടത്തുന്നുണ്ടല്ലോ. കോടതിയിലിരിക്കുന്ന കേസാണ്. അങ്ങനെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുമ്പോൾ അത് നിഷേധിക്കപ്പെടുമെന്ന് നന്നായി വി.ഡി. സതീശൻ അറിയാം. എന്നിട്ട് സതീശൻ ഇത് കൊടുക്കുകയാണ്. അതായത് റൂൾ 53ന്റെ ഇത് ലംഘനമാണ്. ചട്ടപ്രകാരം അടിയന്തര പ്രമേയത്തിന് ഒരു അനുമതിയും കൊടുക്കാൻ പറ്റില്ല, കിട്ടില്ലെന്നും നന്നായി സതീശൻ അറിയാം. സ്പീക്കർ പറയാണ് തരാൻ കഴിയില്ല, കാരണം ഇത് കോടതിയിലിരിക്കുന്ന ഒരു കേസാണെന്ന്. ഉടനെ തന്നെ സതീശൻ സ്ഥിരം നാടകം അങ്ങ് ആരംഭിക്കുകയാണ്. നേരത്തെ മുൻകൂട്ടി ബാനറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ബാനറൊക്കെ എടുത്ത് നേരെ സ്പീക്കറിന്റെ അടുത്തേക്ക് ഇടുന്നു. സ്പീക്കറിന്റെ ഫേസ് ഇതാ ഇങ്ങനെ അടച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അങ്ങനെ അവിടെ ചില നാടകങ്ങളൊക്കെ കളിച്ച ശേഷം എൻ്റെ അമ്മച്ചേ എന്ന് പറഞ്ഞ് ഓടി പുറത്തേക്ക് വരികയാണ്. അവിടെ പിന്നെ സ്ഥിരം കൂട്ടുകാരുണ്ടല്ലോ മാപ്രകളുടെ മുമ്പിൽ നിന്ന് ഒന്നൊന്നര തള്ളാണ്. ഈ ഇല്ലാത്ത ചില നുണക്കഥകൾ പറയാൻ സതീശനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ് ക്ലാസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. കനകൂലും അവിടെ നിന്ന് നേരത്തെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മാപ്രകളുടെ മുമ്പിൽ നിന്ന് എഴുന്നള്ളിക്കുകയാണ് ചില കാര്യങ്ങൾ. മാപ്രകളെ പറ്റി പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമ്മളൊക്കെ വിചാരിക്കും ആ 150 കോടി എന്ത് ചെയ്തടേ, സത്യത്തിൽ കൈപ്പറ്റിയോ എന്നൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിക്കുമെന്ന് വിചാരിക്കും. പക്ഷെ അവരതൊന്നും ചോദിക്കില്ല കേട്ടോ. കാരണം നമ്മുടെ മാപ്രകൾക്ക് അങ്ങനെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഈ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മുണ്ടയില്ല വെടിവെച്ചാൽ, ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അതുമായി ബന്ധപ്പെട്ട് അന്തിച്ചർച്ച നടത്താനും ഇല്ലാ കഥകൾ എഴുതി പിടിപ്പിക്കാനും എന്തിന് ഈ സർക്കാരിലെ മന്ത്രിമാരെയും MLA-മാരെയും ഒക്കെ കാണും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉളുപ്പുമില്ലാതെ ചോദ്യം ചോദിക്കാനും യുവമാർക്ക് ഒരു രീതിയിലുള്ള ഉളുപ്പുമില്ല. ഇത്തരം വിഷയങ്ങളിൽ എന്റെ കയ്യിൽ തെളിവുണ്ട്, ഞാൻ പുറത്തു വിടുമെന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും എന്തെങ്കിലും പൊട്ടിച്ചാൽ പോലും പ്രതിപക്ഷത്തിനെതിരെ കമാന്നൊരു അക്ഷരം ഈ മാപ്രകൾ മിണ്ടത്തേയില്ല. എന്തായാലും സതീശൻ പതിവ് പോലെ വന്നു നിന്നു. ഇങ്ങനെ നിന്നിരുന്ന് തള്ളുകയാണ്. ഞങ്ങൾ കൊടുത്ത അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചു, ഈ സഭ അലങ്കോലപ്പെടുത്തിയത് അവരാണ് എന്നൊക്കെ പറഞ്ഞ് എന്ത് ജാതി തള്ളലാണോ എന്തോ. എന്നിട്ടും സഭ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ നിയമസഭ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും നിയമസഭ കൂടുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കാനുണ്ട്, എന്തൊക്കെ ചർച്ച ചെയ്യാനുണ്ട്. എന്നിട്ടും ഇതൊക്കെ ബഹിഷ്കരിച്ച് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചില ചർച്ചകൾ നടത്താൻ അവിടെ അവസരമിരിക്കെ അതൊക്കെ നിഷേധിച്ച് അതൊക്കെ അലങ്കോലപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷം അങ്ങ് ഇറങ്ങി ഓടുകയാണ്. അല്ലെങ്കിലും കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ഏത് സാഹചര്യങ്ങളിലും വി.ഡി. സതീശൻ ചെയ്യാറുള്ള സെയിം റൂട്ട് ഇത് തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നൊന്നുമില്ല. പ്രത്യേകിച്ച് സംഘികളോടും ഈ കേന്ദ്രത്തിനോടുമൊക്കെ സതീശനുള്ള ഒരു സ്നേഹം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിൽ നിന്നും അദ്ദേഹത്തിന്റെ ചില വാക്കുകളിൽ നിന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും ഇങ്ങനെ സഭ നടക്കുമ്പോൾ എക്കാലത്തും അങ്ങനെ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം എന്നാൽ ഒരു ബഹിഷ്കരണ പക്ഷമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് വികസന പ്രവർത്തനം വന്നാലും എന്ത് രീതിയിലുള്ള ആരോഗ്യകരമായിട്ടുള്ള ചർച്ച നടന്നാലും
ഇങ്ങനെ എല്ലാത്തിനെയും ബഹിഷ്കരിച്ചുകൊണ്ട് കേരള ജനതയ്ക്ക് വല്ലാത്തൊരു പൊല്ലാപ്പായി മാറുന്ന ഈ പ്രതിപക്ഷത്തെ സത്യത്തിൽ വിമർശിക്കാതെ വയ്യ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ആ തള്ളലുകൾ നമുക്കൊന്ന് കാണാം. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായും മുഖ്യമന്ത്രിക്കെതിരായും സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയായ രണ്ട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ ആരോപണങ്ങൾ വന്നിരിക്കുകയാണ്, ഫൈൻഡിംഗ് വന്നിരിക്കുകയാണ്. അതായത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം രൂപീകൃതമായ ഇൻകം ടാക്സ് ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ തീരുമാനവും അതിനെ തുടർന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കമ്പനി ആക്ട് പ്രകാരം നടത്തിയ അന്വേഷണത്തിലും വളരെ ഗൌരവതരമായ ക്രമക്കേടുകൾ ഈ കമ്പനി നടത്തിയതായി പറയുന്നുണ്ട്. യാതൊരുവിധ സേവനവും കൊടുക്കാതെ വലിയ തുക അവരുടെ അക്കൌണ്ടിലേക്ക് വന്നു എന്നാണ് രേഖപ്പെടുത്തപ്പെട്ടുള്ളത്. മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ ഉയർന്ന സ്ഥാനത്തിരിക്കുന്നതുകൊണ്ടാണ്, ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ടാണ് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പണം കൊടുത്തത് എന്നാണ് ഫൈൻഡിംഗ്. ഇതിനെക്കുറിച്ച് സ്റ്റാറ്റ്യൂട്ടറി അധികാരങ്ങൾ തന്നെയുള്ള കമ്പനി ആക്ടിന്റെ ഭാഗമായി തന്നെയുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. ഇപ്പൊ ഗുരുതരമായ ആരോപണമാണ് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും സംബന്ധിച്ച് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി സത്യത്തിൽ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. കാരണം ഒരു വളരെ പ്രധാനപ്പെട്ട അന്വേഷണം അദ്ദേഹത്തിനെതിരായി നടക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഇന്ന് ഞങ്ങൾ നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ഒളിച്ചോടുകയാണ് ഉണ്ടായത്. നിയമസഭയിൽ പോലും ഇന്ന് വന്നില്ല. മാത്രമല്ല ഭരണകക്ഷി അംഗങ്ങൾ പ്രകോപിതരായി ഈ വിഷയം അവതരിപ്പിക്കാതിരിക്കാൻ മനഃപൂർവ്വമായിട്ടാണ് അവരാണ് ബഹളം ഉണ്ടാക്കിയത്. സത്യത്തിൽ ഇന്നത്തെ സഭാ നടപടികളെ തടസ്സപ്പെടുത്തിയത് ഭരണപക്ഷമാണ്. കാരണം മുഖ്യമന്ത്രിക്കെതിരായി ഒരു വാക്കുപോലും പറയാൻ പാടില്ല, മുഖ്യമന്ത്രിക്കെതിരായി സംസ്ഥാനത്ത് പ്രതിഷേധം പാടില്ല, തെരുവിൽ പ്രതിഷേധം പാടില്ല, നിയമസഭയിൽ മുഖ്യമന്ത്രിക്കെതിരായി സംസാരിക്കാൻ പാടില്ല. അപ്പൊ പ്രതിപക്ഷത്തിന്റെ എല്ലാ അവകാശങ്ങളെയും റോട്ടിൽ അടിച്ചമർത്തുകയും നിയമസഭയിൽ നിഷേധിക്കപ്പെടുകയും ചെയ്യാം. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് നിയമസഭാ നടപടികൾ ഞങ്ങൾ പൂർണ്ണമായി ഇന്ന് ബഹിഷ്കരിച്ചത്. ഗുരുതരമായ ഈ ആരോപണങ്ങൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് ഒരു മറുപടിയും പറഞ്ഞില്ല. കഴിഞ്ഞ ദിവസം നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ മറുപടിയുള്ള ദിവസം ഞാൻ ഈ വിഷയം ഉന്നയിക്കുകയുണ്ടായി. പക്ഷേ മുഖ്യമന്ത്രി ഒരക്ഷരവും പറയാതെ രണ്ട് കൈയും പൊക്കിപ്പിടിച്ച് ആ രണ്ട് കൈയും പരിശുദ്ധമാണ് എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആർത്തിയെ സംബന്ധിച്ച പ്രഭാഷണങ്ങളാണ്. ആർത്തി പാടില്ല, ആർത്തിയാണ് നമ്മുടെ മനസമാധാനം നഷ്ടപ്പെടുത്തുന്നത്, മനസമാധാനം ഇല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല തുടങ്ങിയ ആർത്തി പ്രഭാഷണത്തിന്റെ പരമ്പരയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ കുറെ ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നിയമസഭയിൽ ആദ്യം ഈ ആരോപണം ശ്രീ മാത്യു കോഴനാടൻ ഉന്നയിച്ചപ്പോൾ അന്ന് മറുപടി പറഞ്ഞത് ഒരു രേഖയും ഹാജരാക്കാൻ ഇൻകം ടാക്സിന്റെ ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡ് അനുവദിച്ചില്ലെന്നാണ്. ഇപ്പൊ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പറയുന്നു എല്ലാ അവസരം കൊടുത്തിട്ടും ഇവർ ഒരു രേഖയും ഹാജരാക്കിയില്ല. കാരണം ഇവരുടെ കയ്യിൽ ഒരു രേഖയും ഇല്ല. അപ്പൊ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് ഞങ്ങൾ വ്യക്തമായ തെളിവുകളോടുകൂടി ഈ രണ്ട് ഫൈൻഡിങ്ങും താരതമ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. അപ്പൊ മുഖ്യമന്ത്രിക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് രണ്ട് കൈയും പൊക്കി രണ്ട് കൈയും പരിശുദ്ധമാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. വലിയ ഈ അധികാരം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള വലിയ അഴിമതിയാണ്. ഈ അഴിമതി അന്വേഷണത്തിൽ ഗൌരവതരമായ അന്വേഷണം നേരിടുന്ന മുഖ്യമന്ത്രി ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല, അദ്ദേഹം രാജിവെക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട്.